ആ, അതായത് പിന്നെ ഒരു 2016 മുതലൊക്കെയാണ് ഞാൻ അറിയാൻ തുടങ്ങിയത്. ഉം, എനിക്ക് പിന്നെ ഞാൻ ഒത്തിരി സമയം പ്രാർത്ഥിക്കും. ഉം. ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കും. അപ്പൊ ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോ ഇങ്ങനെ കറങ്ങി കറങ്ങി പോകാൻ തുടങ്ങി. ഇരുന്ന് കറങ്ങും. നമ്മൾ തന്നെ കറങ്ങും അല്ലേ? ഞാൻ സ്വയം ഇരിക്കുന്നിടത്ത് ഇരുന്ന് ഇങ്ങനെ ഒരു പമ്പരത്തെ കറങ്ങുന്ന പോലെ കറങ്ങും. ഓക്കെ. അല്ല, അങ്ങനെ ഇപ്പൊ എനിക്ക് പ്രാർത്ഥിക്കുന്നത് ഏത് ദൈവത്തോടാണ്? അങ്ങനെയൊന്നുമില്ല. എനിക്ക് കൂടുതലും ദേവിയാണ് ഇഷ്ടം. ഓക്കെ. എന്നാലും ഞാൻ എല്ലാ കീർത്തനങ്ങളും ഇങ്ങനെ അങ്ങ് ഒരു ഭയങ്കര ഇഷ്ടമായിരുന്നു പ്രാർത്ഥിക്കാൻ. ഉം, ഉം, അപ്പൊ എല്ലാ കീർത്തനവും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ദേവിയുടെ, ശിവന്റേത്, സുബ്രഹ്മണ്യന്റെ എല്ലാം ഇങ്ങനെ പ്രാർത്ഥിക്കും. ഉം. അന്നേരം പ്രാർത്ഥിക്കുമ്പോ ഇങ്ങനെ കറങ്ങും. അപ്പൊ അത് ചുമ്മാതായിരിക്കും എന്ന് വിചാരിച്ചു കുറെ നാളായപ്പോ ഈ കറക്കം കൂടിയിട്ട് മെല്ലെ ചലിച്ചു വരാൻ തുടങ്ങി. കസേരയിലിരുന്നിട്ടാണോ പ്രാർത്ഥിക്കുന്നത് അതോ? അല്ല, നിലത്ത് ചമ്രം പടിഞ്ഞിരുന്നാ പ്രാർത്ഥിക്കുന്നത്. ഓ ഓ ഓ. അപ്പൊ പതുക്കെ നെരങ്ങി ഞാൻ അറിയത്തില്ല. അപ്പൊ എന്റെ മോൻ പറഞ്ഞു, അമ്മ ഇരിക്കുന്നിടത്തല്ല, പിന്നെ അമ്മ ഇങ്ങനെ കറങ്ങുവാണെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് പേടിയായിപ്പോയി. കണ്ണടച്ചിരുന്ന് അങ്ങ് ലയിച്ചു പോയി ഞാൻ പ്രാർത്ഥനയിൽ. എനിക്കെല്ലാം കാണാതറിയാം. അപ്പം ഇങ്ങനെ അപ്പോഴത്തേക്ക് മോൻ പറഞ്ഞു, അമ്മ ഇങ്ങനെ കറങ്ങി കറങ്ങി ഇരിക്കുന്നിടത്തുനിന്ന് അങ്ങ് വേറെ വേറെ പോവുക, ഇതെന്താ ഇങ്ങനെയെന്നൊക്കെ ചോദിച്ചു. പിന്നെ എനിക്ക് പേടിയായിപ്പോയി. ഞാന് പിന്നെ ഒരുപാട് പേര് ഇങ്ങനെ ഗുരുക്കന്മാരായിട്ടൊക്കെ ഉള്ളവരില്ലേ, സന്യാസിമാർ, അവരോടൊക്കെ ചോദിച്ചപ്പോ അവരൊക്കെ പറഞ്ഞു അതൊക്കെ അങ്ങ് മാറിക്കോളൂ എന്ന് പറയും. അങ്ങനെ ഞാൻ പിന്നെ വേറെ ഒരാൾ, എൻ്റെ ഒരു സുഹൃത്ത് എനിക്കൊരു നമ്പർ തന്നിട്ട് പറഞ്ഞു, ഇത് തെലുങ്കിലുള്ള ഒരു ഗുരുവാണ്, അദ്ദേഹത്തെ വിളിച്ച് ചോദിച്ചാൽ അദ്ദേഹം പറയും എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ കൊറോണയുടെ ഒരു ലോക്ക്ഡൌൺ തുടങ്ങുന്ന സമയത്ത് ആ ഒരു 10-ാം തീയതി ഞാൻ അദ്ദേഹത്തിനെ വിളിച്ചപ്പോൾ അദ്ദേഹം എന്നോട് ഇങ്ങനെ ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ചിട്ട് പറഞ്ഞു, നിങ്ങളപ്പോൾ എന്ത് ചെയ്യുമെന്ന്. ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ കറങ്ങാൻ തുടങ്ങുമ്പോൾ എനിക്ക് പേടിയാണ്, പിന്നെ ഞാൻ പ്രാർത്ഥന നിർത്തിയിട്ട് എഴുന്നേറ്റ് നിൽക്കുമെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യരുത്, നിങ്ങളതങ്ങ് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അദ്ദേഹം ചിത്തമഹായോഗയുടെ ഒരു ഗുരുവായിരുന്നു. അങ്ങനെ ഞാനത് കണ്ടിന്യൂ ചെയ്തപ്പോ പിന്നെ ഞാൻ തന്നെ യോഗമുറകള്, പ്രാണായാമം എല്ലാം ചെയ്യാൻ തുടങ്ങി. അപ്പൊ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, എനിക്ക് തന്നെ ചെയ്യാൻ തുടങ്ങി. എനിക്ക് ഇതൊന്നും അറിയുന്ന ഒരാളല്ല, ഞാൻ ഒരു സാധാരണ വീട്ടമ്മയാണ്. അപ്പൊ തന്നെ യോഗ ആസനങ്ങളൊക്കെ ഭയങ്കര കടുപ്പമുള്ള, നമ്മുടെ ശരീരം, ഞാൻ ഓർക്കും എന്റെ എല്ലൊക്കെ പൊട്ടിപ്പോവെന്ന് ഓർക്കും. അതുപോലത്തെ ഇതൊക്കെയാണ് ചെയ്യുന്നത്. ഞാൻ നേരെ ഇരുന്നിട്ട് എന്റെ തലയൊക്കെ ആരോ പിടിച്ച് നിലത്ത് കുത്തി വെക്കുന്നതായിട്ടൊക്കെ അതെനിക്ക് മാറ്റാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ ചെയ്തു. പിന്നെ അത് പിന്നെ കുറഞ്ഞു ആദ്യം ഭയങ്കര ഭീകരമായിട്ടാണ് വന്നത്. അപ്പൊ എനിക്ക് പേടിയായപ്പോ ഞാൻ ഇദ്ദേഹത്തെ വിളിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് ഭയങ്കര പേടി വരികയാണ്. അത് പറഞ്ഞില്ല, അമ്മ പിന്നെ ബോധമുള്ള അമ്മയാണ്, നിങ്ങൾ ആ ശക്തിയെ വിശ്വസിച്ച് മുന്നോട്ട് പോകും, നിങ്ങളെ സംരക്ഷിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ ഞാൻ ആ ശക്തിയെ വിശ്വസിച്ച് തന്നെ മുന്നോട്ട് വന്ന് ഇതെല്ലാം കുറഞ്ഞു വരാൻ തുടങ്ങി. ചലനങ്ങൾ കുറഞ്ഞ് റൊട്ടേഷൻ മാത്രമായി. അപ്പൊ അങ്ങനെ വന്നപ്പോ ഒരു ദിവസം എനിക്ക് പെട്ടെന്ന് ഞാൻ സരസ്വതി ദേവിയെ ഇങ്ങനെ ഫീല് ചെയ്യുവാണ്. അപ്പൊ ഫീല് ചെയ്യുന്ന സരസ്വതി ദേവി വീണ വായിക്കുന്നതായിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ പിന്നെ ഞാൻ നോക്കുമ്പോ ഞാൻ തനിയെ വീണ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് പിന്നെ എന്നോട് ഈ അമ്മ സംസാരിക്കാൻ തുടങ്ങി. ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരാൻ തുടങ്ങി, ആത്മീയമായിട്ടുള്ള കാര്യം. അന്നൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ മുന്നോട്ട് വന്നു. പിന്നെ ഞാൻ ഓരോ ദേവതകളെയൊക്കെ കാണാൻ തുടങ്ങി. ഗണപതിയെ കണ്ടു. ഓരോ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞത് എന്തെങ്കിലും അത് പറയാം. ആദ്യമൊക്കെ അമ്മ പിന്നെ ഇനി ആരാണ് ഇനി കാണാൻ പോകുന്നത് ആരാണ്, ഇനി വരാൻ പോകുന്നത് ആരാണ്, അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. അപ്പം അമ്മ സ്വാധിഷ്ഠാനം വരുണൻ എന്നൊക്കെ പറഞ്ഞ് വരുണൻ വന്നു. അപ്പൊ വരുണൻ വന്നിട്ടുണ്ട്, പിന്നെ ഗണപതി വരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞു. വളരെ കറക്റ്റ് ആയിട്ടുള്ളതാണല്ലോ. അത് എങ്ങനെ ഈ വിജ്ഞാനം എവിടുന്നാ കിട്ടിയത്? വായിച്ചിട്ടുണ്ടായിരുന്നു? അതൊന്നും എനിക്കറിയില്ല, ഞാനൊന്നും വായിച്ചിട്ടൊന്നുമില്ല. ഞാൻ വെറും സാധാരണ പ്രാർത്ഥനകളൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുകയുള്ളൂ. ഈ അറിവ് വളരെ കറക്റ്റ് ആയിട്ടുള്ള അറിവാണല്ലോ. അത് എങ്ങനെ വന്നു എന്നുള്ളതാണ്, ഒരു പഠിത്തമില്ലാതെ ഈ അറിവ് എങ്ങനെ വന്നു എന്നുള്ളതാണ്. ഞാൻ അത് പഠിച്ചിട്ടുണ്ടോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണ്.
ഇല്ല 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 ഇല്ല. ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ കീർത്തനങ്ങൾ ചൊല്ലും, അത്രയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ പിന്നീട് എനിക്കിങ്ങനെ ഇങ്ങനെ ഓരോ പോയിന്റുകളെല്ലാം കാണിച്ചു തരാൻ തുടങ്ങി. ഞാൻ ഇരിക്കുമ്പോൾ ഓരോ പോയിന്റുകളെല്ലാം എന്നെ കാണിച്ചു തരും. ഇങ്ങനെ തൊണ്ടയുടെ ഈ അപ്പൊ എൻ്റെ ഒരു ദിവസം പെട്ടെന്ന് എനിക്ക് ഈ എന്തോ ഒരു ഭയങ്കര ഒരു സ്ഫോടനം എൻ്റെ തലയ്ക്കുള്ളില്. ഭയങ്കര ശബ്ദമായിരുന്നു. ഭയങ്കര ഒരു സ്ഫോടനം. എന്തോ ഒരു 3-4 ഇടി ഒരുമിച്ച് വരും. സ്ഫോടനം നടന്നു കഴിഞ്ഞ് എന്റെ ഈ കുറുനാക്കിന്റെ മേല് ഭാഗം അങ്ങ് വലിയ ഒരു ദ്വാരം പോലെ അങ്ങനെയായി. അത് കഴിഞ്ഞിട്ട് ഇതൊന്നുമില്ലേ എനിക്കിപ്പോ, ഞാൻ അങ്ങനെ വിളിച്ചത് എന്തിനാന്നറിയാം, എനിക്കിപ്പോഴും ഇതിന്റെ സത്യമൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. കുറുനാക്കിന്റെ മുകളിലുള്ള ദ്വാരം ശിരസിന്റെ ഉള്ളിലേക്കല്ലേ പോകുന്നത്? ഉള്ളിലേക്ക് അല്ലേ പോകുന്നത്? അതെ. അത് നല്ല വികസിച്ചു. അത് നല്ല വികസിച്ചിട്ട് എന്റെ ശ്വാസം ഉണ്ടല്ലോ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഈസി ആയിട്ടാണ് ഇപ്പൊ. ഇങ്ങനെ കാറ്റ് പോണ പോലെയാണ് എനിക്ക് ശ്വാസം. എനിക്ക് ഇല്ല, കഫക്കെട്ട് വന്നാലും പനി വന്നാലും ഈ ശ്വാസം ഒരു ബുദ്ധിമുട്ടും ഇല്ല എനിക്ക്. അതെങ്ങനെ ഈസി ആയിട്ട്. പിന്നീട് എനിക്ക് പ്രാണായാമമൊക്കെ ഈ കുംഭകം അങ്ങനെയൊക്കെ. അപ്പൊ എനിക്ക് വരുമ്പോ ഞാൻ ഇത് നെറ്റിനകത്ത് ഞാൻ എന്റെ മോനോട് പറയുന്നു, മോനെ എനിക്ക് ഇങ്ങനെയൊക്കെ. അപ്പൊ അവൻ നോക്കിയിട്ട് പറയും ഇത് കുംഭകം, രേചകം, അമ്മ ഇതൊക്കെ പ്രാണായാമങ്ങള് അങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ എനിക്ക് കുംഭകം തന്നെ സംഭവിക്കുകയാണ്. എല്ലാം തന്നെയാണ്. ഞാനൊന്നും പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തില്ല. ശ്വാസം അങ്ങനെ വലിച്ചു ശ്വാസം അങ്ങ് ഫുള്ള് എത്ര നേരം വലിക്കും. അപ്പൊ ഞാൻ ഓർക്കും അയ്യോ ഇതെന്താണാവോ സംഭവിക്കുന്നത്. ശ്വാസം എടുക്കല് അത് ഫുള്ള് ശരീരം ഒരു ബലൂൺ പോലെ ശ്വാസം നിറയും. എന്നിട്ട് പിന്നെ പതുക്കെ പുറത്തേക്ക് പോകും. ചിലപ്പോ ശ്വാസം പുറത്താണ്, ശ്വാസം പുറത്ത് എവിടെയോ ശ്വാസം വലിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഞാൻ ഓർക്കും അയ്യോ എനിക്ക് ശ്വാസം ഇല്ലല്ലോ. എനിക്ക് അജ്ഞാനമുണ്ട് ഇപ്പോഴും. അപ്പൊ ഞാൻ അങ്ങനെ വിളിച്ചത് എനിക്ക് ഇതിന്റെ സത്യാവസ്ഥകൾ പറഞ്ഞു തന്ന് എന്നെ ഒന്ന് കറക്റ്റ് ചെയ്ത് മുന്നോട്ട്. ഞാനൊന്നും അതിന് വേണ്ടിയിട്ട് പല സ്ഥലത്തും പോയി. പക്ഷെ ഇതൊന്നും ശരിയായിട്ട് എനിക്ക് എന്താണെന്നൊന്നും പറഞ്ഞു തരുന്നില്ല ആരും. അപ്പൊ എന്റെ വലത്തെ കണ്ണിന്റെ സൈഡിൽ കൂടെ താഴോട്ടൊരു പ്രകാശം മിക്കപ്പോഴും ഇങ്ങനെ ഒഴുകി വീഴുന്നുണ്ട്. ഇടത്തെ കണ്ണിന്റെ സൈഡിൽ കൂടെ ഒരു പ്രകാശം മുകളിലേക്ക് പോകുന്നത്. അപ്പൊ പിന്നെ എനിക്ക് ഒരുപാട് ഞാനിങ്ങനെ ധ്യാനത്തിലിരിക്കുമ്പോ ആദ്യമല്ലേ ഈ രാമായണമൊക്കെ എന്നോട് കൃത്യമായിട്ട് ഇത് രാമായണം എന്ന് പറഞ്ഞാല് രാമന്റെ ആത്മീയ യാത്രയാണ്. സീത രാമന്റെ മനസ്സാണ്. സീത ഇങ്ങനെ കാമം, രാവണന്റെ 10 തലയെന്ന് പറഞ്ഞാല് കാമം, ക്രോധം, ലോഭം, മോഹം അങ്ങനെയുള്ള 10 കാര്യങ്ങളാണ്. അഹങ്കാരം, മതം, മാത്സര്യം ഇതെല്ലാം എനിക്ക് പറഞ്ഞു തരികയാണ്. എന്നിട്ട് പിന്നെ എന്നോട് പറഞ്ഞു രാവു മാഞ്ഞു. പിന്നെന്താണ് പറഞ്ഞത്, അങ്ങനെ വേറെന്തോടെ പറഞ്ഞു. രാവ് അണഞ്ഞവനാണ് രാവണൻ, രാവ് മാഞ്ഞവനാണ് രാമൻ എന്നൊക്കെ പറഞ്ഞു. അതുപോലെ എനിക്ക് ഈ നമ്മൾ ഈ ഒരു പുസ്തകത്തിലും കാണാത്ത ഒരുപാട് കാര്യം. അപ്പൊ എന്നോട് സനകൻ, സനന്ദൻ, സനാതനൻ ഇതൊക്കെ എന്താണെന്നൊക്കെ പറഞ്ഞു തരും. അപ്പൊ അതിങ്ങനെ എല്ലാം. അപ്പൊ അതിന്റെ കൂടെ ഉണ്ടല്ലോ ശരിയല്ലാത്ത കാര്യങ്ങളാണോന്ന് എനിക്കറിയില്ല. ഈ അടുത്തിടയിൽ എനിക്ക് വലിയ ഭയം ഉണ്ടാക്കുന്ന കാര്യം ഉണ്ടായി. അതായത് എനിക്ക് വെളുത്തവാവിനാണ് കൂടുതലും വരുന്നത്. അപ്പൊ ആ 2-3 ദിവസം ഭയങ്കര ഇതായിരിക്കും സംസാരം. അപ്പൊ കഴിഞ്ഞ ഒരു വെളുത്തവാവിന് എന്നോട് പറഞ്ഞു നീ 6000 വർഷങ്ങൾക്ക് മുമ്പ് സൂര്യക്രിയ ചെയ്തിരുന്ന ഒരാളാണ്. അപ്പൊ ഇനി അത് ചെയ്യണം. അതുകൊണ്ട് വെള്ളം കുടിക്കരുത്, ആഹാരം ഉണങ്ങിയ ഡ്രൈ ആയിട്ടുള്ള ആഹാരം മാത്രം കഴിച്ചാൽ മതി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഇതൊക്കെ പറയുമ്പോ ഇത് ദൈവികമായ കാര്യമല്ലെന്ന് ഓർത്തിട്ട് ഞാൻ 2 ദിവസമൊക്കെ വെള്ളം കുടിക്കാതെയും പിന്നെ ഈ ഉണങ്ങിയ ആഹാരം ഇത് കോൺഫ്ലേക്സ് ഒക്കെ മാത്രം പിള്ളേര് മേടിച്ചു അതും ബിസ്ക്കറ്റൊക്കെ മാത്രം കഴിച്ചു. അപ്പൊ എന്റെ മോൻ അമ്മ കാണിക്കുന്ന അമ്മ ഇങ്ങനെയൊക്കെ ജീവിച്ചിരിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വഴക്കായി. അപ്പൊ എനിക്കും പേടിയായി. പിന്നെ ഞാൻ ആ തെലുങ്കിലെ ഗുരുവിനെ വിളിച്ചു.
അപ്പൊ അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ ഉള്ളിൽ എന്തൊക്കെയോ നിങ്ങൾ പല ജന്മങ്ങളിൽ സാധന ചെയ്തിട്ടുണ്ട്, അതെല്ലാമാണ് ഈ പുറത്തേക്ക് വരുന്നത്. ഈ ജ്ഞാനമൊക്കെ നിങ്ങൾ അന്നത്തെ കാലത്തൊക്കെ അറിഞ്ഞതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഈ സൂര്യക്രിയൊക്കെ ഇപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ ആരോഗ്യം നോക്കുക, ഈ നല്ല ആരോഗ്യമായിട്ടിരിക്കുക. അതുകൊണ്ട് ഇതെല്ലാം ഈ ശബ്ദം ഈ സംസാരം ഇനി നിങ്ങൾ കേൾക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിപ്പോ 1 മാസത്തിലേറെയായി ഈ സംസാരം ഒന്ന് എനിക്ക് ഒത്തിരി അറിവുകൾ കിട്ടുന്നുണ്ട്. ഞാനിപ്പോ കേൾക്കുന്നില്ല. അപ്പൊ ഇപ്പോഴും ഞാൻ കേൾക്കുന്നില്ലെങ്കിലും ഞാൻ ഇപ്പം ചമ്രം പടിഞ്ഞിരുന്നിട്ട് ഉള്ളിൽ ചലനമുണ്ട്. ഈ ഉള്ളിൽ ഓരോ പോയിന്റിൽ ഇങ്ങനെ കറങ്ങും, വലത്തോട്ട് കറങ്ങും ഇടത്തോട്ട് കറങ്ങും, അതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ശബ്ദം ഒന്നും ഞാൻ അതിനെ കട്ട് ചെയ്ത് കളഞ്ഞേക്കുക. അതുപോലെ എനിക്ക് പിന്നെ ഒരു സംശയം കൂടി ചോദിക്കാനുള്ളത്, ഞാൻ സുബ്രഹ്മണ്യനെ കണ്ടു. അപ്പം ഒരുപാട് ജ്ഞാനമൊക്കെ തന്നു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ആ സുബ്രഹ്മണ്യനെ ഭജിച്ചുകൊണ്ടിരിക്കുമ്പം എനിക്ക് പെട്ടെന്ന് ദേവിയെ കാണണമെന്ന് തോന്നി. ഞാൻ പെട്ടെന്ന് ചോറ്റാനിക്കരയ്ക്ക് ഓടിപ്പോയി. പിന്നെ എനിക്ക് ദേവി മാത്രം മതി. അങ്ങനെ എനിക്ക് ഒരാളിലേക്ക് നിൽക്കാൻ പറ്റത്തില്ല. അപ്പൊ എനിക്ക് തന്നെ തോന്നി, ഞാൻ ഇത്ര നാള് സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞിട്ട് രാപകലില്ലാതെ മുരുകാന്ന് ജപിച്ചുകൊണ്ട് നടന്നിട്ട് ഇപ്പൊ ദാ അമ്മേ നാരായണന്ന്. അപ്പൊ എനിക്കൊന്നിലും ഒരു ഉറപ്പില്ല. പല സമയത്തും പല ദേവതകളാണ് എൻ്റെ ഉള്ളിൽ വരുന്നത്. പക്ഷെ ഒരു നെഗറ്റീവ് ദേവതകൾ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഭീകര രൂപങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഈയിടെ ഞാൻ സരസ്വതി ദേവിയെ ഭയങ്കര തേജോമയമായിട്ട് ഞാൻ കണ്ടു. പക്ഷെ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമുക്ക് സത്യമല്ലെന്ന് തോന്നുന്ന ചില കാര്യങ്ങളും പറയുന്ന. അപ്പം എന്നോട് ആ ഗുരുജി പറഞ്ഞു, നിങ്ങൾക്ക് കുറെ ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ട്, അതൊക്കെ ഉപേക്ഷിക്കണം. ഞാൻ പൂർണ്ണമായും ഒരു സന്യാസിനി പോലെ തന്നെയാണ് ജീവിക്കുന്നത്. ആഹാരമൊക്കെ ഞാൻ വളരെ ഫ്രഷ് ആയിട്ടുള്ളതേ കഴിക്കുള്ളൂ, വെജിറ്റേറിയൻ മാത്രമേ ഉള്ളൂ, അങ്ങനെയൊക്കെയാണ്. വളരെ ശുദ്ധവൃത്തിയായിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. എന്റെ വീട്ടിലുള്ള എന്റെ ഭർത്താവും മക്കളും എല്ലാം അതിന് സപ്പോർട്ടാണ്. പുറത്തൊരാൾക്ക് പോലും ഇതൊന്നും അറിയില്ല. പുറത്ത് ഞാൻ സാധാരണയായിട്ട് ജോലി ചെയ്ത് ഇതൊന്നും ഞാൻ ആരോടും പറയുകയില്ല. പറഞ്ഞ വട്ടാന്നല്ലേ പറയത്തുള്ളൂ. പറഞ്ഞ ഉടനെ ആൾക്കാർ പറയും, ഇങ്ങനെ അറിയാവുന്നൊക്കെ പറയുന്ന ചിലരോട് ഞാൻ ഇത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണണമെന്ന് പറയും. അപ്പൊ എന്റെ മോനൊക്കെ പറഞ്ഞു, വേണ്ടമ്മേ, ഡോക്ടറെ കണ്ടാൽ നിങ്ങൾ ഒരു നോർമൽ അല്ലാതായിപ്പോ, ഒരു മരുന്ന് തന്ന് നിങ്ങൾ മയക്കും, അതുകൊണ്ട് ഡോക്ടറെ കാണണ്ട, നിങ്ങൾക്ക് പട്ടൊന്നുമില്ല, ഞങ്ങളല്ലേ അറിയുന്നുള്ളൂ, അതുകൊണ്ട് ഡോക്ടറെ കാണണ്ടെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അമ്മയൊക്കെ കാണുമ്പോഴത്തേക്കും, ഭയങ്കര സന്തോഷമാണ്. മകന് ബുദ്ധി ഉണ്ടായിരുന്നതുകൊണ്ട് നിങ്ങളെ രക്ഷപ്പെട്ടു. മക്കള് കാരണമാണ് ഞാൻ രക്ഷപ്പെട്ടത്. അല്ലേ ഞാൻ എപ്പോഴേ എനിക്ക് ആദ്യം ഇങ്ങനെ ശാരീരികമായിട്ട് വലിയ റൊട്ടേഷനൊക്കെ വരുമ്പോൾ വേറെ ആരാണെങ്കിലുമേ, അപ്പൊ അവര് പെട്ടെന്ന് കുട്ടികൾ പഠിക്കുന്നതൊക്കെ അപ്പൊ അവര് നെറ്റിലൊക്കെ സെർച്ച് ചെയ്യും. സെർച്ച് ചെയ്തിട്ട് പറഞ്ഞു അവർക്ക് മനസ്സിലായി. എന്നിട്ട് ഞാനിങ്ങനെ ഒരു പേടിയൊക്കെ വരുമ്പോ അവരെന്നെ ബുദ്ധന്റെ ഇതൊക്കെ കാണിക്കും. അമ്മ അങ്ങനെയൊക്കെ ഇത് മായെന്നാണ് പറയുന്നത്, ഇവരാണ് എനിക്ക് പറഞ്ഞു തരുന്നത്. അത് അമ്മ പേടിക്കണ്ട, നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോക്കുക. അപ്പൊ എനിക്ക് കുറച്ച് ഇങ്ങനെ പ്രഡിക്ഷൻ പോലെയും ചില കാര്യങ്ങളൊക്കെ പറയാനും ഒക്കെ അറിയാം. അതൊക്കെ അവര് ചോദിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ അവര് പറയും നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോക്കുക, ഞങ്ങളുടെ കൂടെ ഉണ്ട്. 2 ആൺകുട്ടികളാണ്, ഞങ്ങളെല്ലാത്തിനും നിങ്ങൾക്ക് സപ്പോർട്ടുണ്ട്. പുറത്തൊരു മനുഷ്യൻ പോലും അറിയണ്ട ഈ കാര്യങ്ങള്. എവിടം വരെ ആവുന്ന എങ്ങനെ. അപ്പൊ ഞാൻ ഇത്ര 6 വർഷമായിട്ടും എന്റെ ബന്ധുക്കൾക്കോ ഒന്നും അറിയില്ല. അവരെല്ലാം ഞാൻ നോർമലായിട്ട് തന്നെയാണ് നടക്കുന്നത്. അപ്പൊ എനിക്ക് ആരോഗ്യം നന്നായിട്ട് ഇപ്പൊ ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. പഴയ രോഗങ്ങളൊക്കെ മാറി, അങ്ങനെയൊക്കെയാണ്. അപ്പൊ എനിക്ക് അങ്ങനെ നിന്ന് എന്റെ ഈ സംശയങ്ങൾ വരുമ്പോഴേ എനിക്കൊരു ഉത്തരം പറഞ്ഞു തരാമോ? എനിക്കിങ്ങനെ പല കാര്യങ്ങളും അപ്പൊ എനിക്ക് അങ്ങയുടെ വീഡിയോ കണ്ടപ്പോ ഭയങ്കര സമാധാനം തോന്നി. എനിക്ക് ചോദിക്കാനോ, ഞാൻ ചോദിക്കുമ്പോ എല്ലാവരും എന്നെ ഒരു കളിയാക്കുന്നത് പോലെയാണ്. ഞാൻ വലിയൊരു പ്രശസ്തനായ ഒരാളോട് ചോദിച്ചു, തന്ത്രയുടെ ഒക്കെ ഒരാളോ ഇങ്ങനെ ഫോൺ ചെയ്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ. അപ്പൊ അദ്ദേഹം എന്നെ കളിയാക്കി, നിങ്ങളെ പോലെയുള്ളവർക്കൊക്കെ ആണോ കുണ്ടലിനി ഉണരുന്നത്? അതൊക്കെ അങ്ങനെയുള്ള അവരൊക്കെ 10ഉം 20ഉം 30ഉം വർഷം തലകുത്തി നിന്നിട്ട് അവർക്ക് ഇതൊന്നും കിട്ടിയിട്ടില്ല, ഒരനുഭവം ഉണ്ടായിട്ടില്ല. ഈ ജ്ഞാനം ഉണ്ടായതുകൊണ്ട് ഒരു കാര്യമില്ല, അനുഭവം ഉണ്ടാകും. ആ അനുഭവം ഇല്ലാത്ത ആളുകൾ നിങ്ങളെപ്പോലുള്ള സാധാരണ ആൾക്കിത് കിട്ടുമ്പോൾ അവർക്ക്
പറയുന്നതാണ്. എന്താ ഇതിന് അങ്ങനെ വല്ല യോഗ്യതയുണ്ടോ? സാധാരണക്കാരനും സാധന ചെയ്യുന്ന സാധാരണക്കാരനും കിട്ടും, ആർക്കും കിട്ടും ഇത്. നമ്മളാണ് വിചാരിക്കുന്നത് നമ്മൾ അസാധാരണക്കാരനാണ്. ഒരു അസാധാരണത്വം ഇല്ല. ഇതൊക്കെ പല ജന്മങ്ങളായിട്ട് നമ്മൾ എടുത്തിട്ട് വന്നിട്ടുള്ള പുണ്യാണ്, മനസ്സിലായോ? ആ അത് വലിയ ഭാഗ്യവതിയാണ് നിങ്ങൾ, ഇതൊക്കെ കിട്ടിയ ആള്. അപ്പൊ മറ്റുള്ളവർ പറയണതൊന്നും ചെവിക്കൊള്ളേണ്ട കാര്യം. നിങ്ങളുടെ ഉവ്വ് ഉള്ളിൽ ഉവ്വ്. ഈ സംഭവം ഉണ്ടെങ്കിൽ അതിനെ ആർക്കും തടയാൻ കഴിയില്ല. അത് ആ വന്നുകൊണ്ടിരിക്കും. ഇപ്പൊ നിങ്ങൾ സൂര്യക്രിയ ചെയ്യണ്ടെന്ന് ഒരാൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അത് ചെയ്യാതിരിക്കാൻ കഴിയില്ല. അത് നിങ്ങൾ അപ്പൊ ചെയ്യും. അതൊക്കെ ഞാൻ ഞാനിപ്പോൾ സാധാരണയായിട്ട് ഒരു ചെറിയ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട് വീട്ടിൽ. അപ്പൊ അത് നിർത്തിയിട്ട് ഞാൻ ഇതിലേക്ക് ഒന്നും വേണ്ട, ഒന്നും പൂർണ്ണമായിട്ടും നിർത്തണ്ട, ഒന്നും വേണ്ട. നിർത്തണ്ട, ഒന്നും ആ നിർത്തണ്ട. നിങ്ങൾ എങ്ങനെയാണോ ജീവിക്കുന്നത് അതേപടി ജീവിക്കാം. നമുക്ക് ആ വേണ്ടാത്തതൊക്കെ നമ്മളിൽ നിന്ന് തന്നെ പോകും. നമ്മളായിട്ട് ഒരു ഉവ്വ് ശ്രമം ഉവ്വ്. വേണം. ആ നിങ്ങൾ ആ ധ്യാനം തുടരുക. നിങ്ങൾ ചെയ്തിരുന്ന ധ്യാനം ഉണ്ടല്ലോ, ജപോ അപ്പൊ ധ്യാനം ഇത് ഞാൻ കേൾക്കണം. കേട്ടോളാനാണ് അങ്ങ് പറയുന്നത്. അത് കേൾക്കുക. അത് ആ അനുസരിച്ച് പോവുക. അത് ഒരിക്കലും നമ്മൾ ഇതില്ലേ വേറൊരു കാര്യം, ഇതാരോ എന്നെ തെറ്റായിട്ട് എനിക്കെന്തോ പറഞ്ഞു തരും. അപ്പൊ ചില ദിവസമൊക്കെ നിങ്ങളുടെ ആജ്ഞാചക്രം തുറന്നു എന്നൊക്കെ അത് അങ്ങനെയൊന്നും ഇല്ല. എനിക്കത് ഒക്കെ അങ്ങനെ ഉൾക്കാഴ്ചയൊന്നും ഇല്ല. ആ അപ്പൊ അങ്ങനെ നമ്മളോട് ഓവറായിട്ട് ആരാണ് പറഞ്ഞു തരുന്നത്? ഫോൾസ് ആയിട്ടുള്ള കാര്യങ്ങൾ ആരാണ് പറഞ്ഞു അത് തരുന്നത്? അതിപ്പോ എനിക്ക് പറയാൻ ഇപ്പോ അത് കഴിയില്ല. പക്ഷെ അങ്ങനെ ഉള്ളിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ അത് ശരിയായ ശബ്ദമായിരിക്കും. അതൊരിക്കലും നിങ്ങൾ ചിലപ്പോ ഇത് എന്നെങ്കിലും നടക്കുന്ന കാര്യമായിരിക്കും അല്ലേ? അത് അപ്പൊ നടക്കും. ഞാന് അത് നടക്കും. ശ്രീരാമനെ ഇത് കണ്ടു. ഒരിക്കൽ നടന്ന കാര്യങ്ങളാണ്. നിങ്ങൾ 6000 വർഷം മുമ്പ് സൂര്യക്രിയ ചെയ്ത ഒരാൾക്ക് ഈ ജന്മത്തിൽ വീണ്ടും ആ ക്രിയയിൽ ഒരുപാട് എത്തിയിട്ടുണ്ടാവും. നിങ്ങൾ അതിന് അത് പറഞ്ഞു. അത് എന്റെ ഉള്ളിൽ നിന്ന് തന്നെ പറഞ്ഞേ. നീ സൂര്യക്രിയ ചെയ്തിരുന്നു, അന്ന് നീ വലിയ ഒരു യോഗിയായിരുന്നു. ഉം. പിന്നീട് നീ അത് എല്ലാം കളഞ്ഞു. നീ എന്തോ ഒരു യോഗഭ്രഷ്ട് വന്നു. ആ പിന്നെ കറക്റ്റ്, അങ്ങനെ അതാണ് പറഞ്ഞു. സംഭവം. മനസ്സിലായോ? അപ്പൊ അത് ഇനി നീ വീണ്ടും ഇനിയും ആ അത് സംഭവിക്കാനുള്ള ഇട കൊടുക്കണ്ട. മനസ്സിലായോ? നമ്മളെ അതിന് ആ പിന്തിരിപ്പിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും. വീണ്ടും ആ യോഗഭ്രഷ്ട് സംഭവിക്കാൻ പലരും നമ്മളെ അതിനൊക്കെ പ്രേരിപ്പിക്കും. ആ മനസ്സിലായോ? അതല്ല, ആ നമ്മളുടെ ജന്മജന്മാന്തരങ്ങളായിട്ട് നമ്മളെ പിന്തുടരുന്ന ഈ ബാങ്ക് ബാലൻസ് വേണ്ട, അത് നിങ്ങളാണ് അതിന്റെ ഉടമസ്ഥൻ, ആ ബാങ്ക് ബാലൻസിന്റെ. ഏ ആ ആ മനസ്സിലായില്ല? അത് എടുക്കുക, അത് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഈ ജന്മത്തിന്റെ ലക്ഷ്യം. എനിക്ക് അപ്പൊ ഇനി ഇതിൽ നിന്ന് മാറാൻ പറ്റില്ല. കാര്യം ആ ഞാൻ എപ്പോഴും എന്റെ ഉള്ളിൽ തന്നെയാണ്. ആ ഇതിന്റെ ചലനങ്ങള്, ആ ആ, ഈ അപ്പൊ സംസാരം ഒക്കെ കേൾക്കുന്നുണ്ട്. അത് കേട്ടോണ്ടിരിക്കുക, അതനുസരിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ സൂര്യക്രിയ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കടുത്ത ഒരു സംഭവം ഒന്നല്ല. നിങ്ങൾ ചെയ്യുന്ന പ്രാണായാമം തന്നെ അത് സൂര്യക്രിയയാണ്. കാരണം നിങ്ങൾ ആ വലത് ഭാഗം കൂടുതൽ തുറന്നിട്ടുണ്ടാവും. അതെ. അങ്ങനെ ഓ ഈ എന്നോട് സൂര്യക്രിയ. പറഞ്ഞതേ സുബ്രഹ്മണ്യ സ്വാമി വന്നു. ഉം. അപ്പൊ സുബ്രഹ്മണ്യ സ്വാമി എന്നോട് പറഞ്ഞത് ഞാൻ അഗ്നിയുടെ തത്വമാണ്. അതാണ് ഞാൻ അഗ്നിതത്വമാണത്. അഗ്നി തത്വമാണ്. പിന്നെ മഹാവിഷ്ണു അഗ്നി തത്വമാണ്. ഉം. പിന്നെ നീ അങ്ങനെയാണ് ഈ സുബ്രഹ്മണ്യ സ്വാമിയുടെ ദർശനം വന്നതിന് ശേഷം ഭയങ്കരമായിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. അപ്പൊ ഞാൻ സംസാരിക്കും. എനിക്കപ്പൊ ഇത് സ്വാമി തന്നെയാണോ ഞാൻ പല പ്രാവശ്യം ചോദിക്കും. അതേന്ന് പറയും. ഉം. അപ്പം പറഞ്ഞു പിന്നീടാണ് ഈ സൂര്യക്രിയ ചെയ്യാനൊക്കെ പറഞ്ഞത്. അപ്പൊ ഞാൻ ശരിക്കും എന്നെ ഇവര് സമ്മതിക്കുന്നില്ല, വീട്ടിലുള്ളവർ അത് സമ്മതിക്കുന്നില്ല. നിങ്ങൾ ചെയ്യുന്ന ആഹാരം ധ്യാനം തന്നെ കഴിക്കാൻ. അത് സൂര്യക്രിയയാണ്. നിങ്ങൾ അഗ്നിതത്വം ആയതുകൊണ്ടാണ് നിങ്ങൾ ഈ ഉണങ്ങിയ സാധനമൊക്കെ മതി എന്ന് നിങ്ങൾക്ക് തോന്നുന്നത്. ആ മനസ്സിലായോ? അത് ആ അങ്ങനെയാണത്. അതിൽ അന്നേരം നിന്നുള്ള എന്നോട് പറഞ്ഞ എന്താന്നറിയാമോ? ഉം. ഇങ്ങനെ നീ കുറച്ചുനാൾ ആഹാരം കഴിച്ചിട്ട് പിന്നെ നീ ഇത് നിർത്തണം. നീ അത് പണ്ടും എന്നോട് പറയോ, നീ ഇനി ആഹാരവും വെള്ളവും ഉപേക്ഷിക്കും. ഒന്നും വേണ്ടി വരില്ല. അതിന്റെ ആവശ്യമില്ലാതെ വരും എന്നൊക്കെ അത് പറഞ്ഞു. ആവശ്യമില്ലാതെ വരും. അത് ആ ആവശ്യമില്ലാതെ വരട്ടെ. നിങ്ങൾക്ക് വേറൊരു ഭാഗത്തു നിന്നുള്ള ഊർജം നിങ്ങളിലേക്ക് വരും. ഈ ആ സൂര്യനിലാണ് സൂര്യൻ എല്ലാവർക്കും. അപ്പൊ ആ എന്നോട് ഊർജം പറഞ്ഞു നിങ്ങൾക്ക് ഇത് കിട്ടും. 4 ഉം. സത്യയുഗം എന്ന് പറഞ്ഞൊരു യുഗത്തില് ഉം. സൂര്യനാണ് എല്ലാവർക്കും ശക്തി കൊടുത്തുകൊണ്ടിരുന്നത്. ഉം. പിന്നീട് ജനങ്ങളുടെ പ്രവർത്തികൾ കാരണമാണ് അവർ ഇങ്ങനെ കഴിക്കേണ്ടി വന്നത് എന്നൊക്കെ പറയും. ഓക്കെ. കുറേ കാര്യങ്ങളൊക്കെ പറയും.
ആയിക്കോട്ടെ. ഇതൊക്കെ ഇതൊന്നും പുസ്തകം സത്യമാണോ? വായിച്ചിട്ട് ഒരറിവും ഉണ്ടാക്കി ചെറുപ്പത്തിൽ പുസ്തകം വായിച്ചിട്ടൊന്നും അറിവുണ്ടാക്കിയിട്ടില്ലല്ലോ? ഉണ്ടോ? അങ്ങനെയൊന്നും ഒരു പാരമ്പര്യം നമുക്കില്ല. ഇല്ലല്ലോ. അങ്ങനെ അപ്പൊ ഒരു അപ്പൊ ഈ അറിവൊക്കെ പിന്നെ എവിടുന്ന് വരുന്നു? നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ അഗാധമായ ജ്ഞാനമാണ്. ഇത് എവിടുന്ന് വരുന്നു? അതറിയില്ല. അതെന്റെ ആ, ഉള്ളിൽ നിന്ന് അപ്പൊ വരുന്നതല്ലേ. ഉള്ളിന്ന് വരുന്നതാണ്. അപ്പൊ മനസ്സിലായോ? ആ അപ്പൊ അത്രയും മഹത്തായ സംഭവങ്ങൾ ഒരു തെറ്റും ഇല്ല ഇതിലൊന്നും. നിങ്ങൾ ഇത്ര നേരം ഓ ഇത് പറഞ്ഞതിലൊന്നും ഞാൻ പറയണ എല്ലാം ശരിയാണോ? എല്ലാം ശരിയാണ്. കാരണം ഈ ആ അഗ്നിതത്വമാണ്, സൂര്യക്രിയയാണ് എന്നൊക്കെ പറയണമെങ്കിൽ അത് അത്രയും സൂക്ഷ്മമായിട്ടുള്ള ജ്ഞാനം ലഭിച്ച അപ്പൊ എന്നോട് സിദ്ധന്മാർക്ക് അത് സുബ്രഹ്മണ്യന്റെ കഴിയൂ. തന്നെ ഒരു ഇതാണ് സനന്ദൻ. ഉം, ഉം, സനന്ദൻ എന്ന് പറയുന്ന സുബ്രഹ്മണ്യന്റെ തത്വം വേറൊന്നായതാണ് സനന്ദൻ. ഉം, സനന്ദൻ, സനാതൻ അതൊക്കെ എപ്പോഴും പറഞ്ഞു തരും. പിന്നെ സനൽകുമാരൻ എന്ന് പറഞ്ഞാൽ അത് കേമത്തിന്റെ യോഗം ഉണ്ടാക്കുന്നതാണ് സനൽകുമാരൻ. ഉം. അങ്ങനെയൊക്കെ പറഞ്ഞു തരും. ഓക്കെ. ഇത് ഈ പിന്നെ കിട്ടുന്ന വിവരങ്ങളൊക്കെ ഒരു നോട്ട്ബുക്കിൽ എഴുതി വെക്കും. ആ അതെല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. അല്ല അത് ഇനി 5-6 ഒരു കാര്യം വർഷമായി ചെയ്യും. ഇങ്ങനെ പറഞ്ഞു തന്നത്. അല്ല ഈ പറഞ്ഞ ഇത്രയും ഓർമ്മയുള്ള കാര്യങ്ങൾ ഇനിയിപ്പം നാളെ ഇന്ന് മുതൽ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ആ നല്ലൊരു നോട്ട്ബുക്ക് വാങ്ങിക്കുക. എന്നിട്ട് നമ്മുടെ ആ ഉള്ളിലേക്ക് നോക്കുക. ആ ദിവസവും ഈ കിട്ടിയ അറിവുകളുണ്ടല്ലോ, അത് ഏത് ആ അറിവാണോ അപ്പോൾ നമ്മുടെ മനസ്സിൽ കിട്ടിയത് അതിങ്ങനെ കുറിച്ച് വെച്ചോണ്ടേയിരിക്കുക. ആ അപ്പോൾ ഇത് കുറച്ച് കാലം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഇന്നേ വരെ കിട്ടിയ എല്ലാ അറിവും അതിലുണ്ടാവും. ഇല്ല അത് അതൊക്കെ നമ്മൾ ഈ വലിയ വലിയ പുസ്തകങ്ങളിലും ഇല്ലേ ഇതൊക്കെ? ഇല്ലാത്തതും ചില അങ്ങനെ കാര്യങ്ങളുണ്ട്. ഈ 4 അപ്പോൾ വലിയ കുമാരന്മാരെ വലിയ പറ്റിയൊന്നും പുസ്തകങ്ങൾ ഞാൻ നിങ്ങൾ എഴുതി. വായിച്ചിട്ടുണ്ടോ? രാമായണം അങ്ങനെയൊക്കെ. അല്ല, ഈ നിങ്ങൾക്ക് കിട്ടുന്ന അറിവല്ലല്ലോ രാമായണത്തിലുള്ള അറിവ്. അല്ല. മനസ്സിലായോ? അതിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച അറിവല്ലേ നിങ്ങൾക്ക് കിട്ടുന്നത്. അതെ അതെ അതെ. അപ്പോൾ അതെന്നാണ് ഈയിടെ പറഞ്ഞേ. ആ ഈ പിന്നെ ഒരു അലക്കുകാരൻ പറയില്ലേ ആ പിന്നെ ആ ഭാര്യ അഴുക്ക. അപ്പൊ അതിനോട് പറഞ്ഞത് ഉം, അതെന്താണെന്ന് നിനക്ക് ശരിക്കറിയാമോ? അത് അയാൾ ഈ യോഗ എല്ലാം ചെയ്ത് ഒരു ഇതിലായി കഴിഞ്ഞിട്ടും പിന്നെയും ഈ അപമാനത്തിൽ അതായത് ഞാനും എനിക്ക് അപമാനം പറ്റില്ല. എനിക്ക് ഒരു നല്ലത് എന്നെ പറ്റി എല്ലാവരും പറയണമെന്നുള്ള ചിന്ത മനസ്സിലുണ്ടായത്രേ. ഉം, ഉം, അപ്പൊ വീണ്ടും ഗുരുവിന്റെ അടുത്ത് പോയി വീണ്ടും പിന്നെ ജ്ഞാനം നേടി. അതാണത്രേ ആദ്യത്തെ കഥ. ഉം, ഉപേക്ഷിച്ചു എന്ന് പറയുന്നത് സീത എന്ന് പറയുന്ന മനസ്സാണല്ലോ. ഉം, ഉം. ഉപേക്ഷിച്ചു എന്ന് പറയുന്ന ആ മനസ്സിനെയും കളഞ്ഞിട്ട് അതിനെ ഓ, വീണ്ടും ജ്ഞാനം എന്താണ് നേടിയതാണ്. അറിവറിയോ? ഇതൊക്കെ ആ വലിയ അഗാധമായ അറിവാണ് അമ്മയിൽ നിന്ന് വരുന്നത്. ഇത്രയും വലിയ അറിവുകളൊക്കെ അതൊക്കെ ഇങ്ങനെ സ്വയം കിട്ടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ എത്ര ലവ കുശ എന്ന് പുണ്യവതിയാണത്. പറഞ്ഞാല് ഉം, ലവൻ എന്ന് പറഞ്ഞാല് ലവണാംശമുള്ള ശരീരം ബലവത്തായതാണ്. ഉം, അത് 2 സിദ്ധികൾ കിട്ടിയത്രേ. ഉം, ലവൻ എന്ന് പറയുമ്പോൾ ലവണാംശിയായ ആള് ഉം, ഉം, ബലവത്തായി. അതുപോലെ കുശലത ഭയങ്കരമായിട്ട് കിട്ടി. ഉം, ഈ 2 കാര്യങ്ങളാണ് മക്കളായിട്ട് പറയുന്നതെന്ന്. ഉം, ഉം. ഓക്കെ. അപ്പൊ ഇങ്ങനെയുള്ള ശരീരത്തായ അറിവുകളൊക്കെ ബലം. ആ ഇങ്ങനെയുള്ള അറിവുകളൊക്കെ നിങ്ങൾക്ക് മാത്രമായിട്ട് നിങ്ങളിൽ ഒതുങ്ങാനുള്ളതല്ല. അപ്പൊ ഇതൊക്കെ എഴുതി വെക്കണം. ഇതെല്ലാം എഴുതി വെച്ചാൽ ഈ ലോകത്തിന്റെ നന്മയ്ക്ക് അത് പിന്നീട് ഉപകാരപ്പെടും. ആ മനസ്സിലായോ? അപ്പൊ ഈ ആ കിട്ടിയ ജന്മത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത് നിങ്ങളിലൂടെ ഈ അറിവ് ലോകത്തിന് വരണം. ലോകത്തിന്റെ ആ നന്മയ്ക്കായിട്ട് വരണം. അപ്പൊ ഇന്നേ ആ വരെ കിട്ടിയിട്ടുള്ളതൊക്കെ പറ്റുന്നത്ര എഴുതി വെക്കുക. ഓർത്ത് 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 ഉവ്വ്. ഓർത്ത് എഴുതി വെക്കുക. നിങ്ങളിൽ ഞാൻ ഉണ്ടായതുകൊണ്ട് വിചാരിക്കുന്ന മാത്രം ഇതൊക്കെ കാര്യമില്ല. എന്തോ പൊട്ടത്തരങ്ങളാണെന്നാണ്. ഇതെല്ലാം വളരെ ശരിയായിട്ടുള്ള സാധനമാണ്. ഒരു ഒരു കടുക് മണിയോളം പോലും തെറ്റില്ലാത്ത ശരിയായ ജ്ഞാനാണ് അമ്മയിൽ നിന്ന് വരുന്നത്. അപ്പൊ ഇത് ഈ ഓ ലോകത്തിന് ആവശ്യമുണ്ട്. എനിക്കറിയില്ലായിരുന്നു. ഇത് ആ ആവശ്യമുണ്ട്. ഇതെല്ലാം ആ 100% ശരിയാണ്. അപ്പൊ അത് അത് സാധാരണ ഒരാൾക്ക് കിട്ടുന്നതല്ല. ആ മുൻജന്മങ്ങളിൽ എപ്പോഴോ നിങ്ങൾ ആ ദൈവജ്ഞത നേടിയ ആളായതുകൊണ്ടാണ് ഈ അറിവ് ഇപ്പൊ നിങ്ങളിലൂടെ വരുന്നത്. ആ മനസ്സിലായോ? ആ അപ്പോ ഈ ജന്മത്തിലും യോഗഭ്രഷ്ട് സംഭവിക്കാതിരിക്കാൻ ഈ ജന്മത്തിന്റെ ഉദ്ദേശം തന്നെ അതാണ്. അപ്പൊ നിങ്ങളത് വൃത്തിയായിട്ട് രേഖപ്പെടുത്തി വെക്കുക. ഏ കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെക്കുക. ഇതിൽ തന്നെ മുഴുകുക. ഒരു വേറെ ഒരു ശ്രദ്ധയും തെറ്റണ്ട. നിങ്ങൾ ആ ചെയ്യുന്ന ധ്യാനത്തിൽ തന്നെ മുഴുകിയാൽ മതി. ഭക്ഷണം അതൊന്നും ഒരു വിഷയമല്ല. നിങ്ങൾ ചെയ്യുന്നത് സൂര്യക്രിയ തന്നെ ആയിരിക്കും. വേറെ ഒന്നും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല.
മനസ്സിലായല്ലോ? നിങ്ങൾ എന്ത് ചെയ്താലും അതിന് സൂര്യക്രിയയിലേക്കുള്ള തന്നെ അതേ വരുള്ളൂ നിങ്ങളിൽ. അപ്പം നിങ്ങൾക്ക് ആ ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളുമാണ് കഴിക്കാൻ തോന്നണമെങ്കിൽ അത് കഴിച്ചാൽ മതി. കുറച്ച് കഴിയുമ്പോൾ അതും വേണ്ടാന്ന് തോന്നും. സൂര്യനിൽ നിന്ന് തന്നെ നേരിട്ട് എല്ലാ ഊർജ്ജവും കിട്ടും. നിങ്ങളെ തീയിൽ കൊണ്ടുവച്ചാൽ പോലും കത്തില്ല. ആ